മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിക്ക് ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് മോശം അനുഭവം നേരിട്ടെന്ന പരാതിയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മൂന്നാർ സ്റ്റേഷനിലെ ASI സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവർക്കെതിരെയാണ് നടപടി. രാഹുൽ വിജയൻ ചേരുന്ന വിശദാംശങ്ങളുമായി. രാഹുൽ, കേരള ടൂറിസം നമ്മളേറെ പ്രൊമോട്ട് ചെയ്യുന്ന കാലത്താണ് ഇത്തരത്തിൽ ഒരു യുവതി, സഞ്ചാരിയെ എത്തിയ യുവതി, അവർക്കുണ്ടായ മോശം അനുഭവത്തെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞതും വലിയ ചർച്ചയായതും. എന്താണ് ഈ പോലീസുകാർക്കെതിരെയുള്ള നടപടിക്കുള്ള കാരണം? ഗോകുൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒക്ടോബർ 31 ഈ സംഭവം നടക്കുന്ന സമയം ഈ ടാക്സി ഡ്രൈവർ യൂണിയൻ നേതാക്കളാണെന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ എത്തുകയും ഈ ജാൻവിയെ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സമയം ഈ ജാൻവി പോലീസിന്റെ സഹായം തേടിയിരുന്നു. ഈ ഘട്ടത്തിൽ 2 പോലീസുകാർ ഈ സ്ഥലത്തെത്തുകയും അതുപോലെ തന്നെ ഈ ടാക്സി ഡ്രൈവർ യൂണിയന്റെ ആളുകൾ അവരോടൊപ്പം നിൽക്കുകയും ചെയ്തു എന്നുള്ളത് ഈ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് ഈ ജാൻവിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവർ യൂബർ ടാക്സി വിളിച്ചത് ആ വാഹനത്തിൽ തന്നെ യാത്ര തുടരാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയോ പോലീസ് ചെയ്തില്ല എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ASI സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവർക്കെതിരെയാണ് നടപടി. കൃത്യവിലോപം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി എന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മൂന്നാർ പോലീസ് വ്യക്തമാക്കിയിരുന്നു ഈ സംഭവം നടന്ന സമയത്ത് പോലീസ് എത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ മൂന്നാർ പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, കൃത്യവിലോപം നടന്നിട്ടുണ്ട്, ഗുരുതരമായ വീഴ്ച ഈ സംഭവ സമയം ഉണ്ടായിട്ടുണ്ട് പോലീസിന് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ നടപടി. എന്തായാലും ഈ ജാൻവി സമൂഹ മാധ്യമങ്ങളിലാണ് മൂന്നാറിലെത്തിയ ഈ സമയത്തുണ്ടായ ദുരനുഭവം, ഈ ടാക്സി ഡ്രൈവർമാരിൽ നേരിട്ട ദുരനുഭവം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അതിന് പിന്നാലെ അത് വലിയ ചർച്ചയാവുകയായിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർ യൂബർ ടാക്സി ബുക്ക് ചെയ്ത ആളാണ്. അതിൽ പോകാൻ തുടങ്ങിയപ്പോൾ യൂണിയൻ നേതാക്കൾ എത്തുകയും ആ വാഹനത്തിൽ പോകാൻ പറ്റില്ല, മൂന്നാറിൽ നിന്നുള്ള വാഹനം വിളിക്കണമെന്ന് അറിയിക്കുകയായിരുന്നു. അതാണ് പിന്നീട് വലിയ തരത്തിലുള്ള പ്രശ്നമായി മാറുകയും ചെയ്തത്. ഗൂഗിൾ, കേരളത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനായി അവരെ സ്വീകരിക്കുന്ന നിലപാട് സർക്കാരും ടൂറിസം വകുപ്പൊക്കെ സ്വീകരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉയർന്നു വന്നതും അതിന്റെ പ്രതികരണ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും. ഏതായാലും ഇപ്പോൾ 2 പോലീസുകാർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.